എപ്പി പോണ്ടേ? പിന്നെ പോണ്ടേ? എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? നമ്മള് തൃശ്ശൂര് ഉത്സവത്തിന് പോണേണ്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവം കാണണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇന്ന് നമ്മൾ അത് നടത്തുകയാണ്. അതായത് എന്താ പറയുന്നത്, ഞാൻ റിട്ടയർഡ് ആകാൻ വേണ്ടി കാത്തിരുന്നു ഉത്രാളിക്കാവിലെ ക്ഷേത്രത്തിലെ ഉത്സവം കാണാൻ. അപ്പൊ നമുക്ക് ഏതായാലും ഇവിടുന്ന് പുറപ്പെടുമ്പോ പറവൂർ നിന്ന് ചേച്ചിനെയും ചേട്ടനും എടുക്കണം. അപ്പൊ നമ്മൾ 4 പേരാണ് ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോകുന്നത്. ഇന്ന് 24 അതായത് ഫെബ്രുവരി 24 ഉത്സവം. അപ്പൊ ഇന്നത്തെ ഉത്സവം ആഘോഷിക്കുന്ന വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ടാകും. അപ്പൊ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പീസ് വ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമുക്ക് വീഡിയോസ് എല്ലാം നമ്മളെ യാത്രകളും അതേപോലെ ഉത്സവങ്ങളൊക്കെയാണ് നിങ്ങൾ ഇനി ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പൊ രസകരമായ ആ ഉത്സവം നിങ്ങളെ കാണിക്കാൻ ഞങ്ങളിതാ പുറപ്പെടുന്നു. വീഡിയോ എടുത്തിരിക്കുമ്പോ തൊട്ട് വെക്കിന് കുറച്ച് പിള്ളേരുണ്ട്. അവരെ കാണിക്ക്. അപ്പൊ ഞങ്ങള് തൃശ്ശൂര് ഉത്സവത്തിന് പോണേണ്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോവുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടികളാണിത്. തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളും പിന്നെ ഇവിടെ ട്യൂഷൻ പഠിക്കാൻ വരുന്ന കുട്ടികളും. ദർശന കൈവയ്ക്കേ. ദർശ കൈവയ്ക്ക്. ഓരോരുത്തർ കൈവയ്ക്കേ. ധനുസ് പേര് പറഞ്ഞോ? ധൻവിൻ, പിന്നെ എല്ലാവരും ആയാ? കല്ലൂന്ന് കൈവയ്ക്കേ. ഞങ്ങളുടെ കല്ലുവാണ്. ഞങ്ങളുടെ കല്ലു. പിന്നെ ഞങ്ങള് വടക്കേല കണ്ണനാണ് വരുന്നത്. ഹായ് പറ. അപ്പൊ എല്ലാവരും ഞാൻ ഈ യൂട്യൂബ് ചാനലില് അല്ലെങ്കിൽ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തും. യെസ്. അപ്പൊ ദർശിക്കുട്ടൻ ഉണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അപ്പൊ ഞങ്ങള് പോയിട്ട് വരട്ടെ. ഓക്കേ, ബൈ ബൈ. ഓക്കേ. തൃശ്ശൂരേക്ക് പോകുന്നു. ഓക്കേ. അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടാ. അപ്പൊ ഞങ്ങളത് മെയിൻ റോഡിലെത്തി. നമ്മളെ ചെറായിന്ന് നമ്മൾ പുറപ്പെട്ടു. നേരെ പറൂര് ചെന്നിട്ട് വേണം ചേച്ചി ചേട്ടൻ എടുക്കാനായിട്ട്. അവരെടുത്തിട്ട് 4 പേരും, ഞങ്ങൾ ഫാമിലി 2 ഫാമിലിയാണ്, 4 പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ യാത്ര ഞങ്ങൾ തുടരുന്നു. സമയം 11:20 ആയിട്ടുണ്ട്. ചെറായി പെട്രോൾ പമ്പിലേക്ക് കയറി. $2500 പെട്രോൾ. നമ്മുടെ തൊട്ടടുത്തുള്ള ചേട്ടനാണ്, വേണു ചേട്ടനാണ്. പെട്രോൾ നമ്മുടെ അയൽവാസിയിട്ടുള്ള വേണുചേട്ടൻ ആണ് പെട്രോൾ അടിക്കാൻ പോണത്. അപ്പൊ ചേച്ചി ചേട്ടൻ എത്തിയിട്ടാ. ചേച്ചി ചേട്ടൻ എത്തി. നമ്മൾ ഇവിടുന്ന് പറവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. പിപ്പി പുറയിലിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഉത്രാളിക്കാവിലേക്ക് പോവാം. ഓക്കെ. 2 കിലോമീറ്ററിന് പുറത്തുകൊണ്ടേ വണ്ടി പാർക്ക് ചെയ്തു. ആ പാർക്ക് ചെയ്തതിനു ശേഷം നമ്മളോട് വരുന്നത്. അങ്ങനെ ഞങ്ങള് ഏകദേശം ക്ഷേത്രത്തിൽ എത്താറായി. അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ദൂരമുണ്ട് ക്ഷേത്രമായിട്ട്. ആ പ്രദേശം മുഴുവനും പോലീസ് ബ്ലോക്ക് ചെയ്തേക്കാണ്. ഒരു വാഹനവും കടത്തി വിടുന്നില്ല. ഓട്ടോറിക്ഷ പോലും കടത്തി വിടുന്നില്ല. 2 വീലർ കടത്തി വിടുന്നില്ല. അങ്ങനെ ഒരു വാഹനങ്ങളും കടത്തി വിടാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അപ്പൊ നടക്കുന്ന പറയുമ്പോൾ 2 കിലോമീറ്റർ നടക്കാന്ന് പറഞ്ഞാൽ അതും നല്ല വെയിൽ സമയത്താണ് നടക്കുന്നത്. ആ വെയിലത്ത് നമ്മള് വണ്ടി കിട്ടുന്നില്ല എന്നുള്ള സങ്കടത്തിൽ വരുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് ഞങ്ങളെ കൈ കാണിച്ചു. അപ്പൊ അദ്ദേഹം ഈ ബ്ലോക്ക് ചെയ്തേക്കണതിന്റെ അകത്ത് കിടന്ന് ഓടുന്ന ഒരു ഓട്ടോ ആണ്. അങ്ങനെ ആ ഓട്ടോയിൽ കയറി ഞങ്ങളൊരു 120 രൂപ കൊടുത്ത് ഞങ്ങൾ 4 പേരും കൂടി ക്ഷേത്രത്തിന്റെ അടുത്തേക്കുള്ള യാത്ര തുടങ്ങി. ഈ യാത്രയിൽ ഞങ്ങൾ കുറച്ച് തെയ്യങ്ങളൊക്കെ കണ്ടു. ആ തെയ്യങ്ങളൊക്കെ അത് ഒരു വെറൈറ്റി സംഭവമായിരുന്നു. അവിടെ വന്നു വണ്ടി ഓട്ടോറിക്ഷ വളരെ സ്ലോ ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് ആ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാനൊക്കെ പറ്റി. അതും ഈ യാത്രയിൽ കിട്ടിയ ഒരു അനുഭവമാണ്, ഒരു കാഴ്ചയാണ്. അതിന് ഓട്ടോറിക്ഷ ഇറങ്ങി ഞങ്ങൾ നേരെ അമ്പലത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓട്ടോറിക്ഷ ഇവിടം വരെ വരുള്ളൂ. അവിടെ ഒതുക്കി ഞങ്ങൾ നടക്കുകയാണ്. നേരെ ക്ഷേത്രം തൊട്ടടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഉച്ച ടൈമോ, അതായത് 3 മണിയൊക്കെ കഴിഞ്ഞു, 3 മണി 4 മണിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ തിരക്കൊന്നും ആയിട്ടില്ല. തിരക്ക് വരാനായിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് തിരക്കിന് മുമ്പ് എത്തുക എന്നുള്ളതും കൂടി ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങള് ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ദേ കണ്ടോളൂ മോനെ, ഉത്രാളിക്കാവ് ക്ഷേത്രമാണ് ഇതാ കാണുന്നത്. എന്തൊരു രസകരമായ സംഭവം എന്നുള്ളതാണ്. നമുക്ക് ഇവിടുത്തെ ഉത്സവം കാണുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വരാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ അത് വൈഫ് പറഞ്ഞു, പിപ്പി പറഞ്ഞു അത് ഒറ്റയ്ക്ക് പോയി ശരിയാവില്ല, എനിക്കും വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പിപ്പി റെഡിയായ സമയത്താണ് ഞാനും കൂടി ആലോചിച്ചത്, അയ്യോ ഇനി ചേച്ചിനോട് ചേട്ടനോട് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് അതൊരു വിഷമമാവുമല്ലോ. ഞാനും പിപ്പിയും കൂടി വന്നിട്ട് ഉത്രാളികാവ് ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ വേണ്ടി വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് ചേട്ടൻ വിചാരിച്ചാലോ എന്ന് വിചാരിച്ച് ചേട്ടനായിട്ട് ചേട്ടൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 4 പേരും കൂടി ഒരു കാർ എടുത്ത് പ്ലാൻ ചെയ്ത് ഇവിടെ എത്തിയത്. അറിയിക്കോ ഉച്ച ടൈം ആയതുകൊണ്ട് കുടകൾ 2 എടുത്ത് ഞങ്ങൾ കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം പാടത്താണ്, സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്ന സ്ഥലമാണ്, നല്ല ചൂടാണ്. അതുകൊണ്ട് ഞങ്ങൾ കുടയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. 2 കുട എടുത്ത്, പിപ്പിയും ചേച്ചി ഒരു കുടയിൽ, ഞാനും ചേട്ടനും കൂടി ഒരു കുടയിലാണ് വന്നത്. ഞാൻ അങ്ങനെ വെയിൽ കൊള്ളാണ്ട് അങ്ങനെ കാഴ്ചകളെ കണ്ട് അങ്ങനെ നിൽക്കും. പോയിക്കാവാ അവിടെ വരെ പോവാം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വന്ദേ ഭാരത് ട്രെയിൻ കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലം ലൊക്കേഷൻ കൂടിയാണ് ഈ ക്ഷേത്രം. ഇപ്പൊ മൊത്തം നല്ല തിരക്കാണ്, ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാമിലിയോട് ഇരിപ്പട്ടാ. നമുക്ക് അമ്പലത്തിന്റെ അടുത്തേക്ക് ചെല്ലാം. ഇവിടെ വെടിക്കെട്ട് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇതിലേക്ക് കയറിപ്പോവാം. നല്ല തിരക്കാണ്. സമയം 4 മണി ആകാൻ പോകുന്നുള്ളൂ. 4 മണി ആവുന്ന സമയത്ത് ഈ തിരക്കാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതേപോലത്തെ തിരക്കായിരിക്കും. കരിമരുന്ന് പ്രയോഗം ഞങ്ങൾ വരുന്ന സമയത്തൊരു പൂരം നമ്മൾ കണ്ടു. അത് കാവിനകത്താണ് ആ പൂരം നടക്കുന്നത്. അന്വേഷിക്കണം അറിയുന്നത് 2 മണിക്ക് തുടങ്ങിയ പൂരമാണ്. 11 ഗജവീരന്മാർ അണിനിരന്നിട്ടുള്ള ഗംഭീരമായിട്ടുള്ള വാദ്യമേളങ്ങളോടുകൂടിയ ഒരു പൂരം നടക്കുന്നത് കണ്ടു. വളരെയധികം സന്തോഷമായി മനോഹരമായൊരു കാഴ്ച തന്നെയാണ് നമുക്ക് ആ സമയത്ത് കാണാൻ സാധിച്ചത്. കുമാരനെല്ലൂർ ദേശത്തിൻ്റെ പൂരമാണ് എന്നാണ് നമ്മളത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും ഗംഭീരമായ ഒരു പകൽപൂരം, അത് 2 മണിക്ക് തുടങ്ങിയത് നമ്മൾ 4 മണിക്ക് വരുമ്പോഴും ഗംഭീരമായിട്ട് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ജനം തിങ്ങിയിട്ടാണെങ്കിൽ ശരിക്കും ഒരാൾക്ക് പുറത്തോട്ട് പോകാനോ അകത്തേക്ക് കയറാനോ പറ്റാത്ത അത്രയ്ക്ക് തിരക്കാണ്. ആനയോട് മുട്ടിയാണ് ജനം നിൽക്കുന്നത് എന്നുള്ള കാഴ്ച നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. എന്താ പറയാന്ന് എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, അതിന് മാത്രം തിരക്കാണ്. പുതുപ്പള്ളി കേശവനാണ് ഇവിടെ തിടമ്പേറ്റത്.
ഈ നടക്കുന്ന ഈ കാവിനകത്ത് നടക്കുന്ന ഉത്സവത്തിൻ്റെ തിടം പേരിയിരിക്കുന്നത് പുതുപ്പള്ളി കേശവനാണ്. എന്താ പറയുന്നത്, നല്ല അഴകുള്ള ആനയാണ്. എനിക്ക് അടുത്ത് കാണാൻ വേണ്ടി ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ ജനത്തിരക്ക് കൊണ്ട് എനിക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. പിന്നീട് എനിക്ക് അതിനെ കാണാൻ കഴിഞ്ഞത് ദേ വരുന്നു മോനെ, ദേ വരുന്നു നമ്മളുടെ തിടം പേറ്റിയ പുതുപ്പള്ളി കേശവനാണ് ആ മുന്നിൽ വരുന്നത്. എന്ത് മനോഹരമായൊരു വരവാണ്. തലയെടുപ്പോടുകൂടി അവൻ എന്താ പറയുന്ന ആനകളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാവിൻ്റെ പുറത്തേക്ക് ആനകൾ എഴുന്നള്ളുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. 11 ആനകളും പുറത്തേക്ക് വരും, കാവിന് പുറത്തേക്ക് വരും. ആ കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മനോഹരമായ ഒരു ഉത്സവം കണ്ട ഒരു എന്താ പറയുന്ന ഉത്രാളിക്കാവ് നമ്മുടെ എല്ലാവരും സ്വപ്നമാണ് അവിടെ ഒരു ഉത്സവം കാണുക എന്നുള്ളത്. എന്ത് മനോഹരം, എന്ത് ഭംഗിയാണ് ആ ആനയെ കാണാനെന്നുള്ളതാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനയാണത്. അങ്ങനെ പുതുപ്പള്ളി കേശവൻ വരുന്ന കാഴ്ച ഞാൻ തൊട്ടടുത്ത് നിന്ന് വീഡിയോ എടുക്കുകയാണ്. കാരണം എൻ്റെ തൊട്ടടുത്ത് കൂടി ആന പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ക്യാമറയുമായിട്ട് ഞാൻ ഇങ്ങനെ ആനയുടെ അടുത്ത് എന്താ പറയുന്ന ജനം തിങ്ങിയിട്ടാണെങ്കിൽ ആനക്ക് മര്യാദക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത്രയും ജനം തിങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ആനയെ കൊണ്ടുപോകാൻ വേണ്ടി പാപ്പാന്മാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ജനത്തിന് ഒന്ന് ഒതുങ്ങിക്കൊടുത്താൽ മാത്രമേ ആനക്ക് മര്യാദക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ തിരക്ക് കാരണം ജനത്തിന് ഒതുങ്ങാൻ പറ്റുന്ന ആന ജനങ്ങളോട് എന്താ പറയുക ജനങ്ങളോട് സഹകരിച്ച് ആന നടന്നു പോകുന്ന ഒരു ശല്യവുമില്ലാണ്ട് നടന്നു പോകുന്ന കാഴ്ചയാണ് പിന്നീട് എൻ്റെ ക്യാമറയിൽ പതിഞ്ഞത്. ഇപ്പോൾ വെടിക്കെട്ടിൻ്റെ സമയമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ കടത്തി വിടാത്ത. ഇത് കണ്ട, ഇതൊക്കെ വെടിക്കെട്ടിൻ്റെ സംഭവങ്ങളാണ്. ഗംഭീര വെടിക്കെട്ടാണ്. അങ്ങ് വടക്ക് അറ്റം മുതൽ എന്താ പറയണ 1/2 കിലോമീറ്ററോളം ദൂരത്തിലാണ് വെടിക്കെട്ടുള്ളത്. അത് അധികം വൈകാണ്ട് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്നും ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കണം. ജനപ്രളയമാണ് ഇവിടെ കാണുന്നത്, ജനപ്രളയം. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എൻ്റെ ഫാമിലിയൊക്കെ ആ ഭാഗത്തുണ്ട്. ഞാൻ അവരുടെ അടുത്തേക്ക് പോകട്ടെ. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനോട് ചേർന്നാണ് റെയിൽവേ ട്രാക്ക് കിടക്കുന്നത്, റെയിൽവേ പാളം കിടക്കുന്നത്. ട്രെയിൻ പോകുന്നതൊക്കെ നമുക്ക് ഇടയ്ക്ക് ഈ കാഴ്ചയിലൂടെ, ഈ വീഡിയോയിലൂടെ നമുക്ക് ട്രെയിൻ പോകുന്നത് കാണാം. വൈകിട്ട് 5 മണിക്കാണ് വെടിക്കെട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വെടിക്കെട്ട് കാണാൻ വേണ്ടി ജനങ്ങളെ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ അണിനിരന്നുകൊണ്ട് അതിൻ്റെ ഒരു ബറ്റാലിയൻ ഉണ്ടായിരുന്നു അവിടെ. അവരെല്ലാവരും കൂടി അണിനിരന്നുകൊണ്ടാണ് ഈ വെടിക്കെട്ടിന് സമയമായ സമയത്ത് ആളുകളെല്ലാം ഒതുക്കി നിർത്തുകയും ആ പാടത്തിൻ്റെ നടുവിലിട്ടാണ് കരിമരുന്ന് പ്രയോഗം, അതായത് ഇടിവെട്ട് വെടിക്കെട്ട് എന്നൊക്കെ പറയില്ലേ, അത് നടക്കുന്നത് ആ ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് ആ പരിസരത്തു നിന്നുള്ള മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ചിട്ട് വിശാലമായ ഒരു എന്താ പറയുന്ന ഒരു പാടത്തിൻ്റെ നടുവിൽ ഏകദേശം 1/2 കിലോമീറ്റർ നീളത്തിൽ ഇങ്ങനെ പടക്കവും വെടിക്കെട്ടിൻ്റെ സാമഗ്രികളെല്ലാം നിറച്ച് തൂക്കിയിട്ടേക്കുന്ന കാഴ്ച ഞാൻ നേരത്തെ പോയി കണ്ടതാണ്. ഷൂട്ട് ചെയ്യാനായിട്ട് അവർ പലരും ക്യാമറ ആയിട്ടുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഈ വെടിക്കെട്ടിൻ്റെ ഭാഗങ്ങളൊന്നും നിങ്ങൾ ഷൂട്ട് ചെയ്യരുത്, ഈ കരിമരുന്ന് പ്രയോഗങ്ങൾ ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷൂട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് ഷൂട്ട് ചെയ്യിച്ചില്ല. പക്ഷേ എന്താ പറയുക, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെടിക്കെട്ട് കാണണം, വൈകിട്ട് 5 മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞ ആ ഒരു വെടിക്കെട്ടിന് വേണ്ടി, വടക്കാഞ്ചേരി ദേശത്തിൻ്റെ വെടിക്കെട്ടിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനപ്രളയം എന്ന് പറയല്ല, 10,000ങ്ങൾ സാക്ഷിയായിട്ടാണ് ഈ വെടിക്കെട്ട് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ 5 മണി ആകുന്ന സമയം കാത്തിരിക്കണം എല്ലാവരും. വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുമ്പോഴാണ് സമയം 5 മണിയാകാറായി, വെടിക്കെട്ടിന് തിരി കൊളുത്തുന്ന സമയമായി.
അതങ്ങനെ അവിടെ പറഞ്ഞു. പൊന്നോ എന്താണപ്പോ എന്താ പൊന്നോ. ഓ തൃപ്തിയായിട്ടാ തൃപ്തിയായി. വല്ല ആൾക്ക് വല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ആർക്കെങ്കിലും? പതിനൊന്ന് ആനകൾ നിരന്ന ഈ കാണുന്ന ഉത്സവം കുമാരനെല്ലൂർ ദേശത്തിൻ്റെ ഉത്സവമാണ്. പകൽപൂരമാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് രണ്ട് ദേശത്തിൻ്റെയും കൂടി ആനകൾ എഴുന്നള്ളാനുണ്ട്. അങ്ങനെ വടക്കാഞ്ചേരി ദേശത്തിൻ്റെയും 7 ആനകൾ നിരന്നുകൊണ്ടുള്ള 7 ഗജവീരന്മാർ നിരന്നുകൊണ്ടുള്ള ഉത്സവം, അതായത് പകൽപൂരം തുടങ്ങി. അങ്ങനെ കാത്തിരുന്ന ഓരോ പൂരങ്ങളും 3 ദേശത്തിൻ്റെ പൂരങ്ങളും കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് രണ്ടാമത് നമ്മൾ വടക്കാഞ്ചേരി ഗജവീരന്മാരുടെ പൂരം കാണുന്നതും. അങ്ങ് ദൂരെ കാണുന്ന 11 ആനകൾ വളരെ ചെറുതായിട്ട് നമുക്ക് കാണാൻ, ഒരുപാട് ദൂരെയാണ്. എങ്കക്കാട് ദേശത്തിന്റെ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ആനകൾ എന്ന് പറയുന്നത് എങ്കക്കാട് ദേശത്തിന്റെ പൂരമാണ്. അങ്ങ് തെക്കേ അറ്റത്ത് ആന നിരന്ന് നിൽക്കുകയാണ്. അതിനോട് ചേർന്ന് നമ്മുടെ എന്താ പറയുന്ന ഉത്രാളിക്കാവിന്റെ ഫ്രണ്ടിൽ തന്നെ നിരന്ന് നിൽക്കുന്നതാണ് ഈ വടക്കാഞ്ചേരി 7 ഗജവീരന്മാർ. ആ ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ജനസാന്ദ്രത നിങ്ങൾ നോക്കിയാൽ അറിയാം. എത്ര
എത്രത്തോളം ജനങ്ങൾ തിങ്ങി നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത് എന്നുള്ളതാണ്. പതിനായിരങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഉത്രാളിക്കാവ് പൂരം നടക്കുന്നത്. അങ്ങനെ നമ്മുടെ എങ്കക്കാട് ദേശത്തിൻ്റെ ആനകളെല്ലാം നിരന്ന് നമ്മുടെ അമ്പലത്തിനോട് ചേർന്ന് നിരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഒരു കാഴ്ച. സമയം സന്ധ്യയാകാറായി, ലൈറ്റുകളെല്ലാം പ്രകാശിച്ചു തുടങ്ങി. മനോഹരമായ ആ ലൈറ്റിലൂടെ നമുക്കിനി കാണാൻ പോകുന്ന കാഴ്ചകൾ അതിമനോഹരമായിരിക്കും. എന്താ പറയുക, 11 ആനകൾ നിരന്ന് നിൽക്കുന്ന ആ ഒരു കാഴ്ച, കൂടെ കുടമാറ്റം, അങ്ങനെ മനോഹരമായ കാഴ്ചകളാണ് പിന്നെ നമ്മൾ അവിടെ കണ്ടത്. അത് മാത്രമല്ല, എത്രത്തോളം പേരുടെ കയ്യിൽ മൊബൈലുണ്ടോ അവരെല്ലാവരും മൊബൈൽ ഉയർത്തി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവർക്കും വീഡിയോ എടുക്കണം, എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുമാരനെല്ലൂർ ദേശത്തിൻ്റെ അതിമനോഹരമായ 11 ഗജവീരന്മാർ അണിനിരന്നു കൊണ്ടുള്ള ഗംഭീര ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകളും എന്താ പറയുന്ന ആ മനോഹരമായ ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും നമ്മളെ ഏറെ ഇഷ്ടപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ നമ്മളെ ഉത്സവം ആനയൊക്കെ തൊട്ടടുത്ത് കാണാൻ വേണ്ടി നമ്മുടെ ചേച്ചിയും, അതായത് നമ്മുടെ പിപ്പിയാണ് ഇപ്പോൾ കപ്പലണ്ടി കഴിക്കുന്നത്. തൊട്ട് പുറകിലായിട്ട് ചേച്ചി ചേട്ടനും കപ്പലണ്ടിയൊക്കെ കഴിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനയെ ഒന്നും കൂടി അടുത്ത് കാണണം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കക്കാട് ദേശത്തിൻ്റെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ ഗജവീരനാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാവിനകത്തേക്ക് കയറാൻ പോകുന്നു ഗജവീരൻ. ആ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ എങ്ങനെ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ല എന്താ പറയുക, നല്ല രസകരമായിട്ടുള്ള, നല്ല മനോഹരവും നല്ല ചന്തവും അഴകുമുള്ള ഒരു ആന, ഒരു ഗജവീരനാണ് ചന്ദ്രശേഖരൻ. നേരെ കാവിനകത്തേക്ക് കയറുന്ന ആ മനോഹരമായൊരു കാഴ്ച നിങ്ങൾ കാണുകയാണ്. എത്ര എന്താ പറയുക, എത്രയും ജനത്തിൻ്റെ ഇടയിൽ കൂടിയാണ്, എത്ര ജനങ്ങളാണ് ആനയെ മുട്ടി നിൽക്കുന്നത് എന്നുള്ളതാണ്. ആന അകത്തേക്ക്, കാവിനകത്തേക്ക് കയറുന്നു. ഉത്സവം കഴിഞ്ഞ് നേരെ കാവിനകത്തേക്ക് കയറുന്ന ആ ഒരു കാഴ്ചയാണ് ഇത് കാണുന്നത്. നല്ല ഉയരമുള്ള ഗജവീരനാണ്. എങ്ങനെയുണ്ട് ഉത്സവമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളിയാണോ? അതല്ലേ, ഇഷ്ടപ്പെട്ടു. എത്ര ആന ഉണ്ടെന്ന് അറിയാമോ? എത്ര ആന ഉണ്ട്? 22 7 29 ആന.
ചെറായി പൂരം പോലെ 29 ആനകൾ. ചെറായില് പൂരം വരൂലേ? 15 ആനയല്ലേ? അല്ല 28 ആനകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. 29 ആനകളൊക്കെ പറയണത് നിസ്സാരമൊന്നുമില്ല ഈ ടൈമിൽ. ആ അതെ അതെ, ഞാനിപ്പോൾ റിക്കോർഡായി കഴിഞ്ഞ മാർച്ചിൽ പറവൂർന്ന് നമ്മ എവിടെ ഏതാ പോസ്റ്റ് ഇപ്പം? സബ്ബജറ. ആ ഞാൻ സബ്ബജറായിരുന്നു ആ ടൈമിൽ. വീട് എവിടെയാണ്? ആ ബാഗ് കണ്ടപ്പോൾ KCB വീട് ചെറായി പറവൂർ ടൗണിൽ. ഇപ്പം ഒരു KCB-കാരുണ്ട്, പേര് ഗോഷ്. പുള്ളി എൻ്റെ ബാഗ് കണ്ടിട്ട്, എൻ്റെ ബാഗിൽ KCB എന്നുണ്ടല്ലോ, ആ ബാഗ് കണ്ടിട്ടാണ് പുള്ളി KCB ആണെന്ന് ചോദിച്ചത്. ഞാൻ വിചാരിച്ചേ വല്ല പരിചയം ഉണ്ടെന്ന് വിചാരിച്ചു. മട്ടാഞ്ചേരിയിൽ, ഇപ്പം മട്ടാഞ്ചേരിയിലാണ്. ഇതൊരു KCB-കാരാണ്. എൻ്റെ ബാഗ് കണ്ടിട്ടാണ് പുള്ളി ചോദിച്ചത് KCB-കാരാണോ. എൻ്റെ ബാഗ് KCB-യുടെ ബാഗാണ്, KCB സൊസൈറ്റിയുടെ. ഓക്കെ, താങ്കാട്ടാ, താങ്ക് യു. ഒരു കയറ്റം കയറി നമ്മളെ മെയിൻ റോഡിലേക്ക് പോകണം. ഉത്സവമൊക്കെ കണ്ട് മതിയായി. നമുക്ക് ഓട്ടോ കിട്ടാൻ നോക്കാം. ഞാനെടുത്തിട്ട് കിട്ടണ്ടേ. ഇവിടെ വണ്ടിയാണിത്. വണ്ടി കൊണ്ടിത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം. പാതിര ചിക്കൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. ആ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇതാണ് നമ്മൾ കയറിയ ഹോട്ടൽ. ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്യാം. വിശപ്പായിട്ടില്ല. പക്ഷെ ഇവിടുത്തെ ഈ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇതിന് ഭക്ഷണം കിട്ടൂല. 9:10 സമയം. ഓർഡർ എടുക്കാൻ വേണ്ടി ആള് വന്നിട്ടില്ല. ഓർഡർ എടുക്കാൻ ആള് വന്നില്ല. വരെയിരിക്കും, വരട്ടെ. ഓർഡർ എടുക്കാൻ ആരും വന്നിട്ടില്ല. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പം ആരെങ്കിലും വരട്ടെ അല്ലേ. 4 പൊറോട്ട, 4 ചപ്പാത്തി, ഒരു ചിക്കൻ കറി, ഒരു ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ എടുത്ത് കുഴച്ചിട്ട് അടിച്ചു നോക്കി. ബീഫ് ഫ്രൈ എടുത്ത് വെച്ചാ ബീഫ് ഫ്രൈ ഇട്ട് കുഴക്ക്, എന്നിട്ട് കുഴച്ചിട്ട് അടിക്കും. എന്നിട്ട് പറ ബീഫ് ഫ്രൈ എങ്ങനെയുണ്ടെന്ന് പറ. നേരെ നോക്കി പറ. പൊറോട്ട ചേട്ടാ എങ്ങനെയുണ്ട്? പൊറോട്ട, ബീഫ് കറി, ചിക്കൻ കറി അല്ലേ? ചിക്കൻ കറി. ചേട്ടൻ ചിക്കൻ കറി പൊറോട്ടയാണ് കഴിക്കണത്. അത് അടിപൊളിയാണ്. പൊറോട്ട ചൂടനായതുകൊണ്ട് സൂപ്പറായിട്ടുണ്ട്. ചേച്ചി എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ചേച്ചി ചിക്കൻ ഗ്രേവി എടുത്തു, ബീഫ് ഫ്രൈ എടുത്തു. ചിക്കൻ്റെ ചാറും പൊറോട്ട. ഞാനൊന്ന് പിടിക്കട്ടെ. ചിക്കൻ്റെ ചാറും ബീഫിൻ്റെ ഒരു പീസും. കുഴപ്പമില്ല, കൊള്ളാം. ആവറേജ്, നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പിപ്പീസ് വ്ലോഗിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക്സ്. ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. നല്ലതൊന്നും പറഞ്ഞില്ല.
നല്ലതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അവർക്കൊരു സന്തോഷമായി. കുഴപ്പമില്ലാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചു. നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറിയാണ്. ഇനിയിപ്പോ നേരെ ഒരു 60 കിലോമീറ്റർ കടന്നു വേണം വീട്ടിലെത്താനായിട്ട്.